നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE വൻ കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഇതാ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു. അതെ, അടുത്ത 10 വർഷത്തിൽ 32 ലക്ഷം കോടി ദിർഹത്തിന്റെ സാമ്പത്തിക ലക്ഷ്യം പ്രഖ്യാപിച്ച ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രംഗത്തെത്തിയിരിക്കുകയാണ്. സാമ്പത്തിക അജണ്ട D33 എന്ന് പേരിട്ട പദ്ധതിയിൽ അടുത്ത ദശകത്തിൽ എമിറേറ്റിന്റെ വളർച്ച എങ്ങനെയാകണമെന്ന് വിശദീകരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അതായത് ലോകത്തിന് എന്താണോ ആവശ്യം അത് നൽകുന്നവരുടേതാണ് അടുത്ത ദശകമെന്ന് ദുബായ് കരുതുകയാണ്. ഈ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടണമായി മാറാൻ ദുബായ് ഒരുങ്ങിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അടുത്ത 10 വർഷത്തിൽ ദുബായിയുടെ സമ്പത്തിനെ ഇരട്ടിയാക്കുന്ന 100 പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വിദേശ വ്യാപാരം 25.6 ലക്ഷം കോടി ദിർഹമായി അടുത്ത 10 വർഷത്തിൽ ഉയർത്തും. നേരിട്ടുള്ള വിദേശ നിക്ഷേപം 3200 കോടിയിൽ നിന്ന് 6000 കോടി ദിർഹമായി പ്രതിവർഷം ഉയർത്തും. 2033 ആകുമ്പോഴേക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപം 65000 കോടി ദിർഹമായിരിക്കും. സർക്കാരിന്റെ ചെലവുകൾ 51200 കോടി ദിർഹമായിരുന്നത് അടുത്ത 10 വർഷത്തിൽ 70000 കോടി ദിർഹമാക്കും. സ്വകാര്യ മേഖലയിലെ നിക്ഷേപം 79000 കോടി ദിർഹം എന്നത് 10 വർഷത്തിൽ 1 ലക്ഷം കോടി ദിർഹമാക്കും. ആഭ്യന്തര ചരക്ക് സേവനാവശ്യങ്ങളുടെ മൂല്യം 2.2 ലക്ഷം കോടി ദിർഹത്തിൽ നിന്ന് 3 ലക്ഷം കോടി ദിർഹമാക്കും. ഡിജിറ്റൽ രൂപാന്തര പദ്ധതികളിൽ നിന്ന് പ്രതിവർഷം 10000 കോടി ദിർഹം പ്രതീക്ഷിക്കുന്നു. ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ദുബായിയുടെ വിദേശ വ്യാപാരം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ദുബായിയുടെ വിദേശ വ്യാപാര ഭൂപടത്തിൽ 400 പട്ടണങ്ങളെ കൂടി ഉൾപ്പെടുത്തും. ഇതോടെ എമിറേറ്റിന്റെ വിദേശ വ്യാപാരം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്ത 10 വർഷത്തിലെത്താൻ കഴിയും. അങ്ങനെ നിർമ്മാണ മേഖലയിൽ ഹരിത സുസ്ഥിര പദ്ധതികൾ അവതരിപ്പിക്കും. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിടങ്ങളുമായി പുതിയ സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുമെന്നും D33 സാമ്പത്തിക അജണ്ടയിൽ പറയുന്നു. ഭാവിയുടെ സാമ്പത്തിക ഇടനാഴി എന്നാണ് ഈ 3 ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ദുബായിലെ 30 കമ്പനികൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളായി വളർത്തുന്നതിനുള്ള സഹായം ഭരണകൂടം നൽകും. തൊഴിൽ മേഖലയിൽ പുതുതായി 65000 യുവ ഇമറാത്തികളെ ഉൾപ്പെടുത്തും. പുത്തൻ തലമുറ വ്യാപാരികളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് വ്യാപാരി പദ്ധതി തുടങ്ങും. എമിറേറ്റിലെ എല്ലാ കമ്പനികൾക്കും ഏകീകൃത വാണിജ്യ ലൈസൻസ് ഏർപ്പെടുത്തും. പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനും വാണിജ്യവൽക്കരിക്കുന്നതിനും സാൻഡ്ബോക്സ് ദുബായ് തുടങ്ങും. ഇതുവഴി കണ്ടുപിടുത്തങ്ങളുടെ തലസ്ഥാനമായി എമിറേറ്റിനെ രൂപപ്പെടുത്തുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ലോകത്തെ മികച്ച സർവകലാശാലകളെ എമിറേറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. പ്രോത്സാഹനം ആവശ്യമായ 400 കമ്പനികളെ കണ്ടെത്തി അവരുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിച്ച് ലോകത്തെ നിലവാരത്തിലെത്തിക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകുമെന്ന് ദുബായ് ഭരണാധികാരി പറഞ്ഞു. ഇതുവഴി ലോകത്തിലെ ഏറ്റവും മികച്ചതാക്കാനുള്ള കിടമത്സരത്തിലാണ് ദുബായ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഉറപ്പിച്ചു പറയുന്നു. പകലുകളും രാത്രികളും നിലയ്ക്കുന്നില്ല, പിന്നെ നമ്മൾ എന്തിനു നിൽക്കണം, ഓട്ടം തുടരുക തന്നെ, ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. യുഎയുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും മുൻനിരയിലെത്തിക്കാനും ലക്ഷ്യമിട്ടുള്ള സമീപനമാണ് സാമ്പത്തിക അജണ്ട D33യിൽ ഉള്ളതെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ വ്യക്തമാക്കി. 10 വർഷത്തിനുള്ളിൽ ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച 4 സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാക്കാനുള്ള കാഴ്ചപ്പാട് എല്ലാ സംരംഭകർക്കും പ്രചോദനം നൽകുന്നതാണ്. പുതിയ പ്രഖ്യാപനം കൂടുതൽ നിക്ഷേപം എമിറേറ്റുകളിലേക്ക് കൊണ്ടുവരും. ഡിജിറ്റൽ പരിവർത്തനം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.